everyone, welcome to Juport Class 9. നിങ്ങൾ കാത്തിരിക്കുന്ന സോഷ്യൽ സയൻസിന്റെ പ്രഡിക്ഷനുമായിട്ട് ടീം ജൂപോർട്ട് സോഷ്യൽ സയൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ 3 പേരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. nafi.juport, നിഹാൽ സാർ, സൂപ്പർ മാഷ്. എന്നിട്ട് നമ്മൾ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. ഇന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിൽ 72+ മാർക്ക് കിട്ടാൻ വേണ്ട ടോപ്പിക്സ് നമ്മൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണോ ടോപ്പിക് നോക്കാം. ഒന്നാം ചാപ്റ്റർ മക്കളെ നിർബന്ധമായി പഠിച്ചൊരു കാര്യമാണ് പാലിയോലിത്തിക് ഏജ് വെസ് മെസോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും തമ്മിലെ വ്യത്യാസങ്ങൾ എക്സാമിന് ഷുവർ കോഡ് ചോദ്യമാണ് പഠിച്ചോ. അതുപോലെ തന്നെ ന്യൂലിത്തിക് ഏജിൽ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ വന്ന വികസനം, അതായത് എന്താണ് കൃഷി ആരംഭിക്കാനുണ്ടായ സാഹചര്യം പഠിച്ചു വെച്ചോ ചോദിക്കും. അതുപോലെ തന്നെ വേദകാലഘട്ടത്തിലെ ആദ്യകാല വേദകാലത്തോ പിൽക്കാല വേദകാലത്തോ എക്സാം പോയിന്റ് ഐറ്റമാണ്, സ്റ്റഫാണ്, പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ ചാപ്റ്റർ പിടിച്ചോ. രണ്ടാമത്തെ ചാപ്റ്ററിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാണ്. ജോഗ്രഫിയിലെ ഒന്നാം ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ വെസ്റ്റേൺ ഹിമാലയൻ ഡിവിഷൻസ്, പടിഞ്ഞാറ് ഹിമാലയവും വിഭജനവും നിർബന്ധമായും പഠിച്ചോ. നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്ന 3 ടോപ്പിക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയൻ ഡിവിഷൻസ്, പടിഞ്ഞാറ് ഹിമാലയ വിഭജനവും, പിന്നെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ്, ടൂറിസം. ഇത് 3 ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് മാത്രം പഠിച്ചാൽ പോലെ ലാസ്റ്റ് നമ്മൾ വേറെ സാധനം കൂടി പറയുന്നുണ്ട്. മക്കളെ അടുത്ത പിടിച്ചോ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ് പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി പറയാൻ വേണ്ടി സെക്കൻഡ് വൺ, ഫസ്റ്റ് വൺ ഇതെന്താ പിന്നെ തന്നെ ഒന്ന്. യെസ് മക്കളെ ബുദ്ധിസവും ജൈനബുദ്ധവും എക്സാമിന് ചോദിക്കുക. അത്രയും പ്രാധാന്യം അവസാനം പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ചോദിക്കും. അതുപോലെ തന്നെ മഹാജനപാസിലെ മഗധയുടെ വളർച്ച ചോദിക്കും. ബുദ്ധമത തത്വങ്ങൾ, ജൈനമത തത്വങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മഗധ വളരാണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ ഏതൻസിലെ ജനാധിപത്യത്തെ ചോദിക്കും. അതുപോലെ തന്നെ നഗര രാഷ്ട്രങ്ങൾ, സിറ്റി സ്റ്റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കും. യെസ് അടുത്തത് അടുത്തത് ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് റീജിയണൽ ഡിവിഷൻ ഓഫ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പ്രാദേശിക വിഭജനങ്ങൾ 5 ഉണ്ട്. 5 പഠിച്ചു വെച്ചോ. എസ്എ ചോദിക്കാൻ അതാണ് ചാൻസ്. 2 ഡിവിഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബേസ്ഡ് ഓൺ ജിയോമോർഫിക് ഫീച്ചേഴ്സിലെ ഭൂരൂപീകരണ പ്രക്രിയ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം. ബാബർ ടെറായ്, അലൂവിയൽ പ്ലെയിൻസ്, എക്കൽ സമതലം, അതും പഠിച്ചു വെച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്ലൈമറ്റ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കാലാവസ്ഥ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ക്ലൈമറ്റിലെ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹിസ്റ്ററിയിലെ 3ാമത്തെ പാഠം വരൂ. നാലാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ. ആദ്യം പഠിച്ചു വെക്കാൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറലിസം, നമ്മുടെ ഭരണഘടന ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അതുപോലെ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അതുപോലെ ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്റും അതുപോലെ ഫംഗ്ഷൻസ് ഓഫ് പ്രസിഡന്റും പഠിച്ചു വെക്കുക. അത് ലാസ്റ്റ് ഫംഗ്ഷൻ പ്രസിഡന്റിന്റെയും പാർലമെന്റിന്റെയും ധർമ്മങ്ങൾ, ഫംഗ്ഷൻസ്, ചുമതലകളൊന്നും പഠിച്ചു വെക്കുക. ഇനി സഹസ് സാർ നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരു ചാപ്റ്ററിന്റെ പ്രഡിക്ഷൻ ആയിട്ട്. റിമോട്ട് മാറ്റി. ഓക്കെ, അതായത് ഒന്നാമത്തെ നമ്മൾ പഠിക്കേണ്ട അതിലെ ഫാക്ടേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാനവ വിഭവശേഷി എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 5 എണ്ണമില്ലേ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഹെൽത്ത്, ആരോഗ്യം, പിന്നെ അതുപോലെ തന്നെ ജോബ് ട്രെയിനിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആക്സസ് ടു ഇൻഫർമേഷൻ, ആ കാര്യങ്ങളൊക്കെ പഠിക്കും. മൈഗ്രേഷൻ, ആ 5 എണ്ണം എന്തായാലും പഠിച്ചേക്കാം. അതിൽ തന്നെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യത്തിൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊഡക്ടിവിറ്റി കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഉൽപ്പാദനം കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, ആ കാര്യങ്ങൾ പഠിച്ചേക്കണം. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് നാളത്തെ എക്സാം ഷീറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മറിക്കുമ്പോൾ, അതായത് 1ാമത്തെ ഷീറ്റ് കഴിഞ്ഞ് 2ാമത്തെ ഷീറ്റിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതായത് തൊഴിലില്ലായ്മ എന്നുള്ളത്, അൺഎംപ്ലോയ്മെൻറ്റ്. ആ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു കഥയായിട്ടാണ് നിങ്ങൾക്ക് തരാം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് രാജു എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിന്ന് പറയരുത്, ഞാൻ വെറുതെ ഒരു പേര് അങ്ങോട്ട് പറയാണ്. രാജുവിന് എന്ത് ചെയ്തു, സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് ടെക്നോളജി ഒക്കെ കയറി വന്നപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു. ആ തൊഴിലില്ലായ്മയുടെ പേരെന്തെന്ന് ചോദിക്കും. പഠിച്ചു വെക്കണേ മക്കളെ 4 തൊഴിലില്ലായ്മ. യെസ്, ഇനി ആദ്യ ചാപ്റ്റർ മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് നമ്മൾ പറഞ്ഞു, നിയോലിത്തിക് അഗ്രികൾച്ചർ പറഞ്ഞു, ചാൽക്കോലിത്തിക്കും ബ്രോൺസ് ഏജും നിങ്ങൾ കൃത്യമായി അതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടോപ്പിക് ഈ ഹിസ്റ്ററിയിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഇതുകൂടി പഠിച്ചു വെക്കണം. നേരത്തെ പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പുറമെ ക്ലാസിഫിക്കേഷൻ നോർത്തേൺ മൗണ്ടൻ, ട്രാൻസ് ഹിമാലയ ഇത് പഠിക്കണം. ഒറിജിൻ ഓഫ് ഹിമാലയത്തിന്റെ രൂപീകരണം പഠിക്കണം. ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികൾ, ഹിമാലയത്തിലെ സോയിൽ, ഹിമാലയത്തിന്റെ ക്ലൈമറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ അടക്കം നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. ഈ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആദ്യം പറഞ്ഞതാണ്. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, അതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാ ടോപ്പിക്കും പഠിച്ചിരിക്കണം. വാ അടുത്ത
ഈ മക്കളെ ജൈനിസം ബുദ്ധിസം നമ്മൾ പറഞ്ഞതിന്റെ കൂടെ നിങ്ങൾ മൗര്യ ഡൈനാസ്റ്റിയും അശോക തമ്മിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതാണ് മൗര്യ ഡൈനാസ്റ്റിയെ പറ്റി പഠിച്ചുക. അതിൽ മൗര്യ ഡൈനാസ്റ്റിയുടെ പിന്നെ സൈനികമായ ഭരണരീതികളും അതുപോലെ രാജാവിന്റെ ഘടകങ്ങളൊക്കെ അത് പഠിച്ചുക. അതിനെ കൂടുതൽ മക്കളെ അശോകനും അശോക തമ്മിൽ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ഓക്കെ, യെസ്. ഇനി ജോഗ്രഫി രണ്ടാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണം നിങ്ങൾ പഠിക്കണം. പിന്നെ അതിന് പുറമെ നാച്ചുറൽ വെജിറ്റേഷൻ, അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ പഠിക്കണം. മേജർ സോയിൽ ടൈപ്പ്, അവിടുത്തെ മണ്ണിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ ഡിസ്യൂഡിയസ് ഫോറസ്റ്റിലെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഡിസ്യൂഡിയസ് ഫോറസ്റ്റ്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മോയ്സ്റ്റ് ആൻഡ് ഡ്രൈ ഡിസ്യൂഡിയസ്, അത് പഠിക്കാതെ പോകരുത്. ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകളും പഠിക്കാതെ നിങ്ങൾ പോകരുത്. പിന്നെ അവിടുത്തെ ഹ്യൂമൻ ലൈഫിൽ അഗ്രികൾച്ചർ, ഹാരിഫ് റാബി സെയ്ദ്, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. യെസ്. അടുത്തത് ജോഗ്രഫിയില് ഹിസ്റ്ററിയിൽ നാലാമത്തെ പാഠം. വാ. മക്കളെ നമ്മൾ പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞതിൽ നിങ്ങൾ സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയില്ലേ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത അത്രേ ഉള്ളൂ ഈ ടോപ്പിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. നാലാമത്തെ പറഞ്ഞു വരും സാർ, രണ്ട് വാക്ക് എന്താ എക്സ്ട്രാ നേരത്തെ പറയാത്ത? ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ. മൊത്തം പറഞ്ഞു. സാർ ചാപ്റ്റർ മൊത്തം പഠിച്ചു വെച്ചാൽ അതിൽ അൺഎംപ്ലോയ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായിട്ട് പഠിച്ചേക്കേണ്ട ഒരു 5 ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് പറഞ്ഞു കേട്ടോ. ഒരു ചാപ്റ്ററിൽ നിന്ന് വെറും 5 ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്ന് ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാനവ വിഭവശേഷി എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഫാക്ടേഴ്സ്, മനുഷ്യ മൂലധന രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ 5 അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഹെൽത്തും നന്നായിട്ട് പഠിക്കുക. ഹെൽത്ത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, എന്താണ് വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ളത്. അത് ഉണ്ട് ഈ വർഷം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എഡ്യൂക്കേഷൻ, ആ ഭാഗം നന്നായിട്ട് പഠിച്ചേക്കുക. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയും പോവർട്ടിൻ്റെ ഒരു സൈക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. കാരണങ്ങളും അനന്തരഫലങ്ങളും, കോസസ് ആൻഡ് കോൺസിക്വൻസ്. അതിനേക്കാളൊക്കെ ഉപരി മക്കളെ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു, തൊഴിലില്ലായ്മ കൂടി, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, വിവിധ തരം തൊഴിലില്ലായ്മ പഠിച്ചു വെക്കാം. ഓക്കെ മക്കൾ, ഇത്രയുമാണ് ഒരു മിനിറ്റ്, ഇത്രയുമാണ് നമ്മൾ ഈ 6 ചാപ്റ്റർ നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനൊക്കെ നോട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കിട്ടും. നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യുക. ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് nafi.edu, സൂപ്പർ മാഷ്, നിഹാൽ സെറി എന്നീ 3 ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്തോ. വേണമെങ്കിൽ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടോ. നന്നായി പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഇന്നത്തെ ഈ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും വിത്ത് ആൻസേഴ്സ്. ഇത് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഇന്ന് രാത്രി 7:15 നടക്കുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.